റിയാദിൽ 60,000 ഭൂവുടമകൾക്ക് നികുതി അടയ്ക്കാൻ നോട്ടീസ് നൽകി. കെട്ടിട വാടക കുറയ്ക്കാനുള്ള പുതിയ പദ്ധതിയുടെ ഭാഗമായാണ് നടപടി. നഗരപ്രദേശങ്ങളിൽ ഭൂമി ഉപയോഗിക്കാതെ ഒഴിച്ചിട്ടവർക്കാണ് നികുതി അടയ്ക്കാൻ നോട്ടീസ് നൽകിയത്. കെട്ടിടം പണിതില്ലെങ്കിൽ ഭൂവിലയുടെ നിശ്ചിത ശതമാനം വാടക ഓരോ വർഷവും നൽകേണ്ടി വരും. റിയാദിലെ വീടുകളുടെയും ഫ്ളാറ്റുകളുടെയും വാണിജ്യ സ്ഥാപനങ്ങളുടെയും വാടക നിരക്ക് കുറയ്ക്കാൻ സഹായിക്കുന്ന പ്രധാന നടപടിയാണ് സൗദി ഭരണകൂടത്തിന്റേത്. ഉപയോഗിക്കാതെ വെറുതെയിട്ട ഭൂപ്രദേശങ്ങൾ വികസിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നതിനാണ് ഈ നിയമം. കൂടുതൽ കെട്ടിടങ്ങളും വില്ലകളും നിർമ്മിക്കപ്പെട്ടാൽ താമസിക്കാനുള്ള സ്ഥലങ്ങളുടെ എണ്ണം കൂടും. അങ്ങനെ ആവശ്യത്തിനനുസരിച്ച് വീടുകൾ ലഭ്യമാക്കുകയും വാടകയും വിലയും കുറയുകയും ചെയ്യും. സൗദി കിരീടാവകാശി നേരത്തെ നൽകിയ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ നഗരവികസന മന്ത്രാലയം 60,000 ഭൂ ഉടമകൾക്ക് ഫീസ് നോട്ടീസുകൾ നൽകി. പലരും ഭൂമി വില വർദ്ധിക്കാൻ കാത്തിരുന്ന് കെട്ടിടം പണിഞ്ഞ് വൻതുക വാങ്ങുന്നുണ്ട്. ഇത് നിയന്ത്രിക്കുകയും ലക്ഷ്യമാണ്. ഇതോടെ നോട്ടീസ് കിട്ടിയവർ ഒരു വർഷത്തേക്ക് ഭൂവിലയുടെ 5% മുതൽ നികുതി അടക്കണം. അടുത്ത വർഷത്തിനകം കെട്ടിടം പണിയുന്നവർക്കോ പദ്ധതിയുള്ളവർക്കോ ഇളവുണ്ടാകും. ഇല്ലെങ്കിലും തുടർ വർഷങ്ങളിലും നികുതി കൊടുത്തു വലയും. റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റ് നിയന്ത്രിക്കാനാണ് ഈ പുതിയ നടപടി. നോട്ടീസ് കിട്ടിയവർക്ക് കെട്ടിടം പണിയാനോ ഭൂമി ഉപയോഗപ്പെടുത്താനോ പദ്ധതിയുണ്ടെങ്കിൽ 60 ദിവസത്തിനകം കമ്മിറ്റിയിൽ അപ്പീൽ നൽകാം. പദ്ധതി പ്രഖ്യാപനത്തോടെ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കെട്ടിടം നിർമ്മിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. നിർമ്മാണത്തിന് താൽപര്യമുള്ളവർക്ക് വേഗത്തിൽ പെർമിറ്റും നൽകും. കുത്തനെ ഉയരുന്ന റിയാദിലെ വാടക വർധന നിയന്ത്രിക്കാൻ സൗദി കിരീടാവകാശിയുടെ നേതൃത്വത്തിൽ 5 വർഷത്തേക്ക് വാടക വർധനക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. കെട്ടിടത്തിലുള്ളവരെ താൽപര്യമില്ലാതെ ഒഴിപ്പിക്കുന്നതും ഈ നിയമം വഴി തടഞ്ഞിട്ടുണ്ട്. അഫ്താബുർ റഹ്മാൻ, മീഡിയ 1, റിയാദ്.